നമസ്കാരം. രണ്ടാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിന് ദിവസങ്ങൾ മാത്രം ബാക്കി. നികുതി ഘടന പരിഷ്കരിച്ചേക്കും. GST ഘടന രണ്ടായി ചുരുക്കാനും സാധ്യത. കഴുത വളർത്തി കഴുതപ്പാലിൽ നിന്ന് സൗന്ദര്യ സമൃദ്ധക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വ്യത്യസ്തനാവുകയാണ് പിറവംകാരൻ എബി ബേബി എന്ന സംരംഭകൻ. ഫാമിൽ വളരുന്നത് 5 ലക്ഷത്തിലധികം രൂപ വില വരുന്ന പോയിട്ടു ഇനത്തിൽപ്പെട്ട കഴുതകളും. മണി ന്യൂസിലേക്ക് സ്വാഗതം. രണ്ടാം മോദി സർക്കാരിന്റെ ബജറ്റ് അവതരണത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. നികുതി ഘടന പരിഷ്കരിച്ചേക്കുമെന്നാണ് പൊതുവിലുള്ള സൂചന. GST സ്ലാബുകൾ രണ്ടായി ചുരുക്കാനും സാധ്യതയുണ്ട്. വിപണിയിൽ പണം എത്തിക്കുക, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കാത്തിരിക്കുന്ന പ്രധാന വെല്ലുവിളികൾ. കാർഷിക മേഖലയിലെ ബജറ്റും രാജ്യം ഉറ്റുനോക്കുന്നു. ഒന്നാം മോദി സർക്കാരിൽ പ്രതിരോധ വകുപ്പിൽ തിളങ്ങിയ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ധനമന്ത്രിയുടെ പെട്ടിയിൽ നിന്ന് എന്ത് മാജിക് പുറത്തെടുക്കുമെന്നാണ് രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. വിപണിയിൽ പണമെത്തിക്കാൻ വഴിയൊരുക്കുക എന്നതാണ് ധനമന്ത്രിയുടെ ആദ്യ വെല്ലുവിളി. ഇപ്പോഴേ രാജ്യത്തിൻ്റെ കൺസംഷൻ മേഖലയിലുള്ള ഒരു തളർച്ച, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് പണദൗർലഭ്യമാണ്. അപ്പോൾ ലിക്വിഡിറ്റി ക്രൈസിസ് പരിഹരിച്ചു കഴിഞ്ഞാൽ തന്നെ എക്കോണമിയിലെ പകുതി പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഉപഭോക്തൃ അടിസ്ഥാനത്തിലുള്ള ഇൻഡസ്ട്രികളുടെ പ്രശ്നങ്ങൾ മാറിക്കിട്ടിയേക്കും. ഇതുകൂടാതെ ഇതിനു മുമ്പ് പൂർത്തീകരിക്കാത്ത പല പദ്ധതികളുണ്ട്. ഇതിനൊക്കെയുള്ള ഒരു പ്രാധാന്യം ആദ്യ 100 ദിവസത്തിനുള്ളിൽ ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന നടപടികൾ, ഇതൊക്കെയായിരിക്കും ഏറ്റവും പ്രധാനമായിട്ട് മാർക്കറ്റിനെ ഇപ്പോൾ നയിക്കാൻ പോകുന്നത്. നികുതി ഘടന ലളിതമാക്കാൻ നടപടിയുണ്ടാകുമെന്ന് സാമ്പത്തിക ലോകം കരുതുന്നു. വ്യവസായ മേഖലയുടെ ഉണർവിന് നടപടിയുണ്ടാകാതെ വയ്യ. കാർഷിക മേഖലയുടെ ഉത്തേജനത്തിന് ദീർഘകാല നടപടികൾ ഉണ്ടായാലേ പ്രയോജനമുള്ളൂ. ധനക്കമ്മി കുറയ്ക്കാൻ നടപടിയുണ്ടാകാതെ തരമില്ലെന്നതാണ് യാഥാർത്ഥ്യം. ടാക്സ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ഫലമായിട്ട് നികുതി സമ്പ്രദായത്തിൽ കുറച്ചുകൂടി ലളിതമാക്കുന്ന രീതിയും അതേസമയം ടാക്സ് പേഴ്സിന് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള നടപടികൾ പ്രത്യേകിച്ച് വ്യവസായികൾക്കും കൂടെ ഗുണപ്രദമായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ഒരു ഭാഗത്തുനിന്ന് ഉണ്ടാവും. ധനകമ്മി കുറച്ചു നിർത്തുന്നതിലേക്ക് ആയിരിക്കും അവർ ഊന്നൽ നൽകുക. ഒപ്പം തന്നെ ധാരാളം റിഫോംസിന് അനുകൂലമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ബഡ്ജറ്റിലുണ്ടാവും. പിന്നീട് അത് FDIക്ക് അനുകൂലമായിട്ടായിരിക്കും. കൂടുതൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇനിയും നമ്മുടെ നാട്ടിൽ വരത്തക്ക രീതിയിലായിരിക്കും. കാർഷിക മേഖലയിൽ എന്തെങ്കിലും പിന്നീട് ഫലപ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത്. അതിൽ എന്തുമാത്രം മുന്നോട്ട് പോകുമെന്ന് കാത്തിരുന്ന് കാണുകയേ വഴിയുള്ളൂ. സർക്കാരിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ടെമ്പററി റിലീഫിനപ്പുറം ഒരു ലോങ് ടേം മെഷേഴ്സ് കാർഷിക മേഖലയ്ക്ക് എടുത്തു കാണുന്നില്ല. അതിലേക്ക് എന്തെങ്കിലും മെഷറുകൾ ഉണ്ടാകുമോ എന്നുള്ളത് കാണേണ്ടതാണ്. വ്യവസായ മേഖലയെ കൂടുതൽ പരിപോഷിപ്പിക്കുന്നതിലും NPA ക്ലീൻ ചെയ്യുന്നതിലുമുള്ള നിർദ്ദേശങ്ങളും ഉണ്ടാകും. ബാങ്കുകളിലേക്ക് കൂടുതൽ ക്യാപിറ്റൽ ഇൻഫ്യൂഷൻസ് നടക്കുന്ന നിർദ്ദേശങ്ങളും ചിലപ്പോൾ ഉണ്ടായിക്കൂടാഴുകയില്ല. മികച്ച സാമൂഹിക ക്ഷേമ പദ്ധതികളും സുരക്ഷാ പദ്ധതികളും പ്രഖ്യാപിക്കാതെ സർക്കാരിന് മുന്നോട്ട് പോക്ക് എളുപ്പമാകില്ല. പരിഷ്കാരങ്ങളുടെ വക്താക്കളെന്ന് വിശേഷിപ്പിക്കുന്ന മോദി സർക്കാർ രണ്ടാം വിജയത്തിന് ഉപകാരസ്മരണയായി ചില ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാതിരിക്കില്ലെന്ന് നിരീക്ഷകർ കരുതുന്നു. ഈ GST നിരക്കുകളെ സംബന്ധിച്ചിടത്തോളം 4 സ്ലാബുകളിലുള്ള നിരക്കുകൾ 28% എന്ന് പറയുന്ന നിരക്കൊക്കെ വളരെ ഉയർന്ന തോതിലുള്ളതാണെന്നുള്ളൊരു വിമർശനം സാർവത്രികമായി തന്നെ ഉയർന്നിരുന്നു. അത് 2 സ്ലാബിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നിർദ്ദേശം ശക്തമായി ഉയർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ GST വന്നപ്പോൾ നമ്മളെല്ലാവരും ഒരു രൂക്ഷമായ വിമർശനം രാജ്യവ്യാപകമായി ഉയർന്നു വന്നിട്ടുള്ള കാര്യം, എന്തുകൊണ്ട് ഇതിനകത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഡീസലും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. ഒരു പരിധിവരെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ ഏതാണ്ട് 48 മുതൽ 50-52% വരെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും നികുതികളാണ്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ GSTയിലേക്ക് ഇത് കൊണ്ടുവരേണ്ട ഒരാവശ്യമുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കൺസെൻസസ് സ്വാഭാവികമായും ആവശ്യമാണ്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് കൂടുതലായി സാമൂഹ്യക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കേണ്ടതുണ്ട്, കാർഷിക രംഗത്ത് ഉത്തേജനം കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾക്ക് ഫണ്ടുകൾ ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ അതെങ്ങനെയാണ് സമാഹരിക്കാൻ പോകുന്നത് എന്നുള്ളത് വലിയൊരു നമ്മളെല്ലാവരും നോക്കുന്നൊരു വിഷയമാണ്. അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് തീർച്ചയായിട്ടും ബഡ്ജറ്റിൽ ഒരു പുതിയ ഗവൺമെൻറ്റിൻ്റെ ഇതെന്നുള്ള രീതിയിൽ ഒരു ടോക്കൺ എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളിലേക്കും വരേണ്ടതുണ്ട്. കാർഷിക കടങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനത്തിലെത്തേണ്ടതുണ്ട്. അതിലെന്ത് നടപടികളുണ്ടാവും എന്നുള്ള ആകാംക്ഷകളെല്ലാം ഈ സമ്പൂർണ്ണ ബഡ്ജറ്റിനെ വളരെ ശ്രദ്ധേയമാക്കുന്ന ഒന്നാണ്. ഗ്രാമീണ കാർഷിക മേഖലകളിലെ തളർച്ച മാറ്റാനും നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്. കാർഷിക കടങ്ങളുടെ കാര്യത്തിലും ബജറ്റിൽ നിർമ്മലാ സീതാരാമൻ ഇടപെടൽ നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നയവ്യതിയാനം വരുത്തുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.
കാരണം പഴയ കഴിഞ്ഞ 5 കൊല്ലക്കാലത്ത് നടത്തിയ പല നയങ്ങളും ഉദ്ദേശിച്ച ഫലം നൽകിയില്ല. ഉദാഹരണമായിട്ട് നോട്ട് നിരോധനം ശരിയായില്ല, ബാങ്കുകളിലും മറ്റും കിട്ടാക്കടം വർദ്ധിക്കുന്നു. ഇങ്ങനെ സാമ്പത്തിക മേഖലയിൽ തളർച്ച, കാർഷിക മേഖലയിലും തളർച്ച, ഗ്രാമീണ മേഖലയിൽ പലപ്പോഴും തൊഴിലില്ലായ്മയുടെ പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ തവണത്തെ നയങ്ങൾ അതിൻ്റെ ഫലമായിട്ടുണ്ടായതൊക്കെയാണ്. അപ്പോൾ അതേ നയങ്ങൾ തന്നെ തുടരുമെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം എങ്ങനെ കാണാൻ സാധിക്കും? അതുകൊണ്ട് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പുതിയ നയങ്ങൾ, കുറേ കൂടെ ഇൻട്രസ്റ്റ് റേറ്റുകൾ കുറച്ച് പണം ലഭ്യമാക്കണം. കഴിഞ്ഞ സർക്കാരിൽ എങ്ങനെയെങ്കിലും ഇൻഫ്ലേഷൻ നിയന്ത്രിക്കണം എന്ന് മാത്രമായിരുന്നു ശ്രദ്ധ. ഇൻഫ്ലേഷൻ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇൻഫ്ലേഷൻ്റെ കാര്യത്തിൽ അധികം വിഷമിക്കാതെ പണം ജനങ്ങളുടെ കയ്യിൽ ലഭ്യമാക്കത്തക്ക രീതിയിൽ ബാങ്ക് റേറ്റുകളും മറ്റും പരിഷ്കരിക്കുക, കൂടുതൽ ബിസിനസ്സുകളും തൊഴിലും നടത്തുക, കാർഷിക മേഖലയിൽ കർഷകർക്ക് ന്യായമായ വില ഉറപ്പുവരുത്തുക. അങ്ങനെ വരുമ്പം രാജ്യത്ത് എല്ലായിടത്തും പുരോഗതി ഉണ്ടാകും, ജനങ്ങൾ സർക്കാരിനെ അഭിനന്ദിക്കുകയും ചെയ്യും. ടാക്സ് പരിധി വർധനയും ബജറ്റിൽ ഉണ്ടായേക്കാം. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം കാണാം. കഴുത കൃഷിയിൽ വ്യത്യസ്തത തേടുന്ന എബി ബേബിയുടെ ഡോൾഫിൻ IBA ഡോങ്കി ഫാം. കഴുതുകളെ വളർത്തി കഴുതപ്പാൽ ചേർത്ത് സൗന്ദര്യസമൃദ്ധക ഉൽപ്പന്നങ്ങളുണ്ടാക്കി വ്യത്യസ്തനാവുകയാണ് പിറവത്തിനടുത്ത് രാമമംഗലം സ്വദേശി എബി ബേബി. രാജ്യത്ത് ഇത്തരത്തിലുള്ള ആദ്യ സ്വകാര്യ കഴുത ഫാമാണ് തന്റേതെന്ന് എബി പറയുന്നു. 5 ലക്ഷത്തിലധികം രൂപ വില വരുന്ന പോയ്2 ഇനത്തിൽപ്പെട്ട കഴുതകളും എബിയുടെ ഫാമിലുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച് മാർക്കറ്റിംഗിൽ കഴിവ് തെളിയിച്ച എബി ബേബി 2 വർഷം മുൻപാണ് കഴുതകളെ വളർത്തി തുടങ്ങിയത്. എബിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ സൗന്ദര്യമില്ലാത്ത ഒന്നിനെ സ്നേഹിക്കാമെന്ന് തീരുമാനിച്ചു. കഴുതപ്പാൽ ചില വിദേശ രാജ്യങ്ങളിൽ കുടിക്കാറുണ്ട്. ഈജിപ്ഷ്യൻ സൗന്ദര്യറാണിയായ ക്ലിയോപാട്ര കുളിച്ചിരുന്നത് കഴുതപ്പാലിലാണെന്ന് ചരിത്രം പറയുന്നു. റോമിൽ കഴുതപ്പാൽ അതിസമ്പന്നരുടെ വിശിഷ്ട പാനീയമാണ്. സോറിയാസിസ് പോലുള്ളവയ്ക്കും വിഷമകറ്റാനും കഴുതപ്പാൽ ചേർത്ത ഉൽപ്പന്നങ്ങൾ മെച്ചമാണെന്നും പറയപ്പെടുന്നു. തന്റെ മുത്തച്ഛൻ പുൽത്തൈലം മരുന്ന് വിൽപ്പന നടത്തിയിരുന്നത് എബിക്ക് കേട്ടറിവുണ്ടായിരുന്നു. ആ പാരമ്പര്യം കൂടി ഉള്ളിലുള്ളതുകൊണ്ട് കഴുതപ്പാൽ ചേർത്ത ലേപനങ്ങളും മറ്റും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി വിപണിയിലെത്തിക്കാനായിരുന്നു എബിയുടെ തീരുമാനം. രാജസ്ഥാനിലെ ബിക്കാനറിൽ കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനത്തിൽ നിന്നാണ് എബി കഴുതക്കുഞ്ഞുങ്ങളെ ലേലത്തിൽ വാങ്ങുന്നത്. പോയ്2 ഇനത്തിൽപ്പെട്ട കുതിരകളെപ്പോലെ തോന്നിക്കുന്ന 7 കഴുതകളടക്കം 21 എബിയുടെ ഫാമിലുണ്ട്. ലേ, ലഡാക്ക് മേഖലകളിൽ സൈന്യം ഉപയോഗിക്കുന്ന തരത്തിൽപ്പെട്ടവയാണ് പോയ്2 ഇനം. ഫ്രഞ്ച് ഡോങ്കി എന്നും ഇവ അറിയപ്പെടുന്നു. 5 അടി വരെയാണ് ഇവയുടെ ഉയരം. പോയ്2 ഇനത്തിൽപ്പെട്ട ഒരു കഴുതക്കുട്ടിയുടെ വില 5.25 ലക്ഷം രൂപ വരെയാണ്. ലേലത്തിൽ മാത്രമേ കിട്ടൂ. വല്ലപ്പോഴുമേ ബീക്കാനറിൽ ലേലം നടക്കാറുമുള്ളൂ. അതിനെ ലേലത്തിൽ പിടിക്കുന്നതാണ്. കാരണം കോവർ കഴുതേനെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി, കുതിരയായിട്ട് മെയ്റ്റ് ചെയ്ത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഇത് ഭയങ്കര എക്സ്പെൻസീവാണ്. അതായത് 4-4.5 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ ഒക്കെ മാർക്കറ്റിൽ വിലയുള്ള മെയിൽ ഉണ്ട്. എൻ്റെ കയ്യിൽ മെയിലൊന്നുമില്ല, എൻ്റെ കയ്യിലുള്ളത് ഫീമെയിൽസാണ്. പക്ഷെ അതും ഈക്വലി അല്ലെന്നുണ്ടെങ്കിൽ അതിനോടടുത്ത് പ്രഗ്നൻസിയിലൊക്കെ നിൽക്കുന്നത് ഡബിൾ വില കൊടുത്തിട്ടാണ്. അവർ പറയും അതിന് ഡബിൾ പ്രൈസാണ് എന്ന് പറഞ്ഞിട്ടാണ് ഗവൺമെൻറ് അടുത്ത് ഓപ്ഷൻ എടുക്കുക. ബീക്കാനറിൽ നിന്ന് ഇവയെ ലോറിയിൽ രാമമംഗലത്തെത്തിക്കാൻ ലക്ഷങ്ങൾ ചിലവാകും. 2 വർഷം മുൻപ് 36 കഴുതകൾ എബിയുടെ ഡോൾഫിൻ IBA ഡോങ്കി ഫാമിലുണ്ടായിരുന്നു. രോഗം വന്ന് 22 ചത്തു. വീണ്ടും വാങ്ങി. ഇപ്പോൾ 21 ഉണ്ട്. ആൺ ഇനത്തിൽപ്പെട്ട 2 മാത്രം. രാജ്യത്ത് കഴുതകളിലെ പഠന ഗവേഷണ പ്രജനന കേന്ദ്രമായ നാഷണൽ റിസർച്ച് സെന്റർ ഓൺ ക്യാമൽ, നാഷണൽ റിസർച്ച് സെന്റർ ഓൺ ഇക്വൈൻസ് എന്നിവിടങ്ങളിൽ നിന്ന് ഗവേഷകർ എബിയുടെ ഫാമിലെത്താറുണ്ട്. നിർദ്ദേശങ്ങളും നൽകും. ഇവിടെ നിന്ന് പലതും പഠിക്കുകയും ചെയ്യും. ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ചെയ്യുമ്പോൾ ഒരു യുണീക്നെസ് ഉള്ള ഒരു സാധനമായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. കാരണം എനിക്കൊരു മാർക്കറ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഡോങ്കി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമലാണ്. അല്ലെന്നുണ്ടെങ്കിൽ വിളിക്കും വൈൽഡ് ഡോങ്കി എന്ന്. അപ്പോൾ ഇതിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഗതി. CO3 പുല്ലാണ് കഴുതകൾക്ക് തീറ്റ. 2 ഏക്കറിലാണ് പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. പുല്ല് കൂടാതെ ലുസനും ചോളവും
കടല കുരിപ്പിച്ചതും റാഗിയും കൊപ്രയും മുതിരയുമെല്ലാം കഴുതകൾക്ക് നൽകും. ഒരു ജോലിക്കാരനുണ്ട്. ഇതിനെല്ലാം കൂടി മാസം നല്ലൊരു തുക ചെലവാക്കും. രാമമംഗലത്ത് കഴുതയ്ക്കായി തീറ്റപ്പുൽ കൃഷി ചെയ്യുന്ന 2 ഏക്കറിന് നടുവിലാണ് ഫാം. ദിവസം ഒരു നേരമാണ് കഴുതയുടെ പാൽ കറക്കുക. പരമാവധി 250 മില്ലി ലിറ്റർ പാല് മാത്രമേ ഒരു കഴുതയിൽ നിന്ന് ദിവസം കിട്ടൂ. കഴുതപ്പാൽ വില കേട്ടാൽ ഞെട്ടും. 30 മില്ലിക്ക് 300 രൂപ, അതായത് ലിറ്ററിന് 10,000 രൂപ. കഴുതപ്പാലിൽ നിന്ന് സൗന്ദര്യ സംവർദ്ധക വസ്തുക്കളും ലേപനങ്ങളും നിർമ്മിക്കുകയാണ് എബി. കഴുതപ്പാൽ ഡീപ് ഫ്രീസ് ചെയ്ത ശേഷമാണ് ഉൽപ്പന്ന നിർമ്മാണം. ഫെയർനെസ് ക്രീം, ഫേഷ്യൽ കിറ്റ് ക്രീം, സ്കിൻ ക്രീം, ഷവർ ജെൽ, ഇൽമിന ക്രീം തുടങ്ങിയവയാണ് ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. വിവിധ കമ്പനികളിൽ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളുടെ സഹകരണത്തോടെയാണ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത്. കഴുതപ്പാൽ ചേർത്തുണ്ടാക്കുന്ന ഈ ഉൽപ്പന്നങ്ങളുടെ വിലയും കഴുതപ്പാലിന്റെ വില പോലെ തന്നെയാണ്. 2,400, 5,000, 6,000, 7,000 ഒക്കെയാണ് ഓരോ ഉൽപ്പന്നങ്ങളുടെയും വില. ബംഗളൂരുവിൽ ഒരു കമ്പനിയിൽ മാർക്കറ്റിംഗ് മാനേജരായിരുന്നു എബി. ഒപ്പം സ്വന്തമായൊരു സ്ഥാപനം തുടങ്ങുകയും ചെയ്തു. ഇങ്ങനെ മാർക്കറ്റിംഗ്, മാനേജ്മെന്റ് രംഗത്തെ പ്രമുഖരുമായുള്ള അടുപ്പവും എബിക്ക് തുണയായുണ്ട്. നല്ലൊരു ജോലി വിട്ട് കഴുത ഫാം തുടങ്ങിയ എബിയെ ആദ്യം നാട്ടുകാർ പരിഹസിച്ചു. ഇപ്പോഴും അംഗീകരിക്കാത്തവരുമുണ്ട്. എന്നാൽ ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് അവാർഡ്, NRCE പുരസ്കാരം, IRA പുരസ്കാരം എന്നിവയെല്ലാം എബിയെ തേടിയെത്തി. തന്റെ ഉൽപ്പന്നങ്ങൾക്ക് വിദേശ വിപണിയിലടക്കം ഏറെ ആവശ്യക്കാർ ഉണ്ടാകുമെന്ന് എബി പറയുന്നു. അതിനുവേണ്ടി ഉൽപാദനവും വിതരണവും മാർക്കറ്റിംഗും വിപുലമാക്കാൻ നല്ല ബിസിനസ് പങ്കാളികളെ തേടുകയാണ് ഇദ്ദേഹം. ഒത്തിരി പേര് പരിഹസിക്കും. നമ്മൾ നോക്കുമ്പോൾ തന്നെ ചിരിക്കുന്നവരുണ്ട്. അങ്ങനെ പിന്നെ എപ്പോഴാണെങ്കിലും ഒരു ഫ്യൂണറലിനാണെങ്കിലും ഒരു മാരേജ് ഫംഗ്ഷൻ ആണെങ്കിലും നമ്മളെ നോക്കി ഒരു ഒളിയമ്പ് ചെയ്യാത്തവരാരും തന്നെ ഉണ്ടാവില്ല. പക്ഷേ അതെല്ലാം നമ്മളെ എന്താ പറയുക, ഒരു നെഗറ്റീവ് എനർജീനെ പോസിറ്റീവ് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഇൻബിൽറ്റ് സിസ്റ്റം നമ്മളിലുള്ളതുകൊണ്ട് അങ്ങനെ മുന്നേറുകയാണ്. ഇതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് കോസ്മെറ്റിക്കിൽ മാത്രം ഒതുങ്ങാനല്ല, ഇതിൽ നമ്മൾ ഭയങ്കര സൂപ്പർ സക്സസ് ആണ്, വേണമെങ്കിൽ അങ്ങനെ പറയാം. ദെൻ ഡിസൈൻഡ് ഫുഡ്സിലേക്കും വരണമെന്നൊരാഗ്രഹമുണ്ട്. ഡോൾഫിൻ IBA.com-ലും ആമസോണിലും എബിയുടെ ഉൽപ്പന്നങ്ങൾ കിട്ടും. കൂടാതെ കഴുതച്ചാണകം പാക്കറ്റിലാക്കി വിൽക്കാനും ആലോചനയുണ്ട്. കഴുത വളർത്തൽ കൃഷിയാണോ ബിസിനസ്സാണോ എന്ന് ചോദിച്ചാൽ എബി പറയും, ഇത് ബിസിനസിന് വേണ്ടിയുള്ള കൃഷിയാണെന്ന്. വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഈ 45-കാരന്റെ ലക്ഷ്യം ഒട്ടും ചെറുതല്ല. 1000 മുതൽ 2000 വരെ കഴുതകളുള്ള ഫാം, അതോടനുബന്ധിച്ച് ഗവേഷണ കേന്ദ്രം, ഫുഡ് പാർക്ക്. അങ്ങനെ കഴുതകൾക്ക് ബുദ്ധിയില്ലെങ്കിലും ബുദ്ധിയുള്ള മനുഷ്യർക്ക് അവയെ ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്തുകൂടാ എന്നതാണ് എബിയുടെ ചോദ്യം. അതിനായി മൂലധനവും പ്രോത്സാഹനവും തേടുകയാണ് ഇദ്ദേഹം. ഇനി ഓഹരി വിപണിയിൽ കഴിഞ്ഞ ആഴ്ചയിലെ ഉയർച്ച താഴ്ചകളും ബജറ്റ് വാരത്തിലെ പ്രതീക്ഷകളും നോക്കാം. സാധാരണ രീതിയിൽ എക്കണോമിക് സിറ്റുവേഷനാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പക്ഷേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് മാത്രം നോക്കുകയാണെങ്കിൽ ഇൻഡെക്സ് ഒരു ഹയർ ലെവലിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 12,000 എന്ന് പറഞ്ഞൊരു പീക്കിലേക്ക് നിഫ്റ്റി പോയി 40,000 ലെവലിലേക്ക് സെൻസെക്സ് വന്നു. അവിടെ നിന്ന് മൈൽഡായിട്ടൊക്കെ ഒരു ചെറിയ കറക്ഷൻ വന്നിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ അതൊരു വളരെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് ഇൻഡെക്സ് തരുന്നത്. ഇൻഡെക്സിലുള്ള 5-8 ഷെയറുകൾ, ലാർജ് ക്യാപ് ഷെയറുകൾ ഉയർന്നു നിൽക്കുന്നത് കൊണ്ടും ഇൻഡെക്സ് ഉയർന്നു നിൽക്കുന്നതുകൊണ്ടും മാർക്കറ്റ് ഉയർന്ന തലത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ വേണ്ട. മാർക്കറ്റിൽ പല ഷെയറുകളുടെ വില വളരെയേറെ താഴേക്ക് വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് ബി ഗ്രൂപ്പ് ഷെയറുകളുടെ. ഒരു ആവറേജ് ബജറ്റായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ബജറ്റിൽ നമ്മളിപ്പോൾ വളരെ രീതിയിലുള്ള ടാക്സ് എക്സംഷൻസ്, ഉദാഹരണം GST കുറയ്ക്കണമെന്ന് പറയുന്നവരുണ്ട്, അതോടൊപ്പം തന്നെ കോർപ്പറേറ്റ് ടാക്സ് കുറയ്ക്കണമെന്ന് പറയുന്നവരുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്തിട്ട് ഒന്നും എക്കണോമി റിക്കവർ ചെയ്യാൻ പോകുന്നില്ല. ഇതെല്ലാം കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ തോതിലുള്ളൊരു കളക്ഷനും നമ്മുടെ ചിലവുകളുമായിട്ടുള്ളൊരു മിസ്മാച്ച് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഡെഫിസിറ്റ് കൂടും. ഡെഫിസിറ്റ് കൂടുമ്പോൾ തീർച്ചയായിട്ടും ഇൻഫ്ലേഷൻ വീണ്ടും കൂടും. അങ്ങനെ വരുമ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ എക്കണോമിയിലേക്ക് വീണ്ടും തിരികെ വരും. സാധാരണ രീതിയിൽ എക്കണോമിക് സിറ്റുവേഷനാണ്
സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പക്ഷേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് മാത്രം നോക്കുകയാണെങ്കിൽ ഇൻഡെക്സ് ഒരു ഹയർ ലെവലിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 12,000 എന്ന് പറഞ്ഞൊരു പീക്കിലേക്ക് നിഫ്റ്റി പോയി 40,000 ലെവലിലേക്ക് സെൻസെക്സ് വന്നു. അവിടെ നിന്ന് മൈൽഡായിട്ടൊക്കെ ഒരു ചെറിയ കറക്ഷൻ വന്നിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ അതൊരു വളരെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് ഇൻഡെക്സ് തരുന്നത്. ഇൻഡെക്സിലുള്ള 5-8 ഷെയറുകൾ, ലാർജ് ക്യാപ് ഷെയറുകൾ ഉയർന്നു നിൽക്കുന്നത് കൊണ്ടും ഇൻഡെക്സ് ഉയർന്നു നിൽക്കുന്നത് കൊണ്ടും മാർക്കറ്റ് ഉയർന്ന തലത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ വേണ്ട. മാർക്കറ്റിൽ പല ഷെയറുകളുടെ വില വളരെയേറെ താഴേക്ക് വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് ബി ഗ്രൂപ്പ് ഷെയറുകളുടെ. ഇതിനൊരു കാരണം എക്കണോമിയുടെ മോശം പെർഫോമൻസും NPA ഇഷ്യൂസും ധാരാളം ലിവറേജ് ഉള്ള, അതായത് കടമെടുത്തിട്ടുള്ള കോർപ്പറേറ്റുകളുടെ പ്രശ്നങ്ങളും ഒക്കെയാണ്. എന്നാൽ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ ബി ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ഡൈവർജൻസ് ഉണ്ടാകാനുള്ള മറ്റൊരു കാരണം മ്യൂച്വൽ ഫണ്ട് ഹൗസുകളും മറ്റുമൊക്കെ എ ഗ്രൂപ്പ് ഷെയറുകൾ ഇൻവെസ്റ്റ് ചെയ്യുകയും സാധാരണ ആളുകൾ ഹോൾഡ് ചെയ്യുന്ന ബി ഗ്രൂപ്പ് ഷെയറുകളും മറ്റുമൊക്കെ സെബി ഒരു കാറ്റഗറൈസ് ചെയ്ത് വേറൊരു മ്യൂച്വൽ ഫണ്ട് സ്കീമിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ സെബിയുടെ പലതരത്തിലുള്ള റിഫോംസ് ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിൽ ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉള്ളത് F&O സെഗ്മെൻറ്റിലേക്ക് കുറേ ഷെയറുകളെ ആഡ് ചെയ്യുന്നു, കുറേ ഷെയറുകളെ വെളിയിലേക്ക് എടുക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ മാർക്കറ്റിലും വളരെ വലിയൊരു ഡൈവേർജൻസ് ആണ് കാണിക്കുന്നത്. ആളുകൾക്ക് ഒരു പ്രയോജനം കിട്ടുന്ന ഒരു സിറ്റുവേഷനിലല്ല മാർക്കറ്റ് നിൽക്കുന്നത്. പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ബജറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് വരികയാണെങ്കിൽ അതൊരു നല്ല തുടക്കമായിരിക്കും. അറ്റ്ലീസ്റ്റ് കുറേയിലും ഒരു സെൻറ്റിമെൻറ്റ്സ് തിരികെ കൊണ്ടുവരാൻ സാധിക്കും. എന്നാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് വന്നാൽ മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ് സൈക്കിൾ പിക്കപ്പ് ചെയ്യുകയും അവിടെ നിന്ന് എക്കണോമി പിക്കപ്പ് ചെയ്യുകയും ചെയ്യത്തുള്ളൂ. അത്തരത്തിലുള്ള ആക്ടിവിറ്റിയുടെ ഒരു തുടക്കമേലും ബജറ്റ് ആകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് സ്റ്റോക്ക് മാർക്കറ്റിലുള്ളവർക്കുള്ളത്. ഏതെങ്കിലും കാരണവശാൽ അത്തരത്തിലൊരു സ്ട്രോങ് അനൗൺസ്മെൻറ്റ്, ഇപ്പോൾ പുതിയ ഫിനാൻസ് മിനിസ്റ്ററാണ്, പഴയ ഫിനാൻസ് മിനിസ്റ്ററെ പറ്റി ചില പോസിറ്റീവ് ആസ്പെക്ട്സും ചില നെഗറ്റീവ് ആസ്പെക്ട്സും പറഞ്ഞു കേട്ടു. അതിലൊരു കാര്യം, അദ്ദേഹം വളരെ ഒരു സ്റ്റബേൺ നേച്ചറായിരുന്നു എന്നുള്ളതാണ്. പുതിയതായിട്ട് ഇപ്പോൾ നിർമ്മലാ സീതാരാമൻ എന്ന് പറയുന്ന ലേഡിയാണ് ഫിനാൻസ് മിനിസ്റ്ററായിട്ട് വന്നേക്കുന്നത്. അവർ കുറച്ചുകൂടി ഒരു മെയ്വഴക്കം കാട്ടി ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് അനൗൺസ്മെൻറ്റ്സുമായിട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിലൊരു കറക്ഷനും നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു മിനിമം ഒരു 400-500 പോയിൻറ്റ്സിൻ്റെ കറക്ഷനാണ് നിഫ്റ്റിയിലുണ്ടാകാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റിഫോം വരണം. ബജറ്റ് അതിനൊരു തുടക്കമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നത്. ഇനി ചില ബിസിനസ് വാർത്തകൾ ചുരുക്കത്തിൽ. കോട്ടയം വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറി ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് വ്യവസായ മന്ത്രി അറിയിച്ചു. റിപ്പോർട്ട് സമർപ്പിക്കാൻ റിയാബിനെ ചുമതലപ്പെടുത്തി. സംസ്ഥാനത്തെ പൊതുമേഖലയിൽ തന്നെ നിലനിർത്തുകയാണ് ലക്ഷ്യം. കഞ്ചിക്കോട് വ്യവസായ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ കിൻഫ്ര മാനേജിംഗ് ഡയറക്ടറെ വ്യവസായ വകുപ്പ് ചുമതലപ്പെടുത്തി. കഞ്ചിക്കോട് വ്യവസായ മേഖലയെ പ്രത്യേക സാമ്പത്തിക മേഖലയാക്കുന്നതും ആലോചനയിലുണ്ടെന്ന് വ്യവസായ വകുപ്പ് അറിയിച്ചു. അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവും അനാവശ്യ തൊഴിൽ സമരങ്ങളും യൂണിയൻ ഇടപെടലും കാരണം പല വ്യവസായങ്ങളും തമിഴ്നാട്ടിലേക്ക് പോകാനാണ് തീരുമാനിച്ചത്. തമിഴ്നാട് ഇവരെ സ്വാഗതം ചെയ്തിരുന്നു. സംസ്ഥാനത്തെ ബാങ്കുകളിലെ മൊത്തം നിക്ഷേപ തുക 5 ലക്ഷം കോടിയിലെത്തി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ 10% വർധനയാണ് ഇതിലുള്ളത്. പ്രവാസികളുടെ നിക്ഷേപത്തിൽ 12% വർധനയുള്ളതായും കണക്കുകൾ പറയുന്നു. മെസ്സേജിംഗ് ആപ്പായ വാട്സാപ്പിലൂടെ പണം കൈമാറാൻ അവസരമൊരുങ്ങുന്നു. വാട്സാപ്പ് പേ ലോഞ്ചിംഗ് വൈകാതെയുണ്ടാകും. നിലവിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ വാട്സാപ്പ് പേ സൌകര്യം പരിമിതമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചി മംഗളൂരു വാതക പൈപ്പ് ലൈൻ കമ്മീഷനിങ്ങിനൊരുങ്ങുന്നു. കൊച്ചി മുതൽ കൂറ്റനാട് വരെയുള്ള ഭാഗം LNG കടത്തിവിടാൻ തയ്യാറായി. കൂറ്റനാട് മംഗളൂരു ലൈൻ ആഗസ്റ്റ് മാസം കമ്മീഷൻ ചെയ്തേക്കും. എയർ ഇന്ത്യയുടെ ഓഹരി വിൽപ്പന കേന്ദ്രം മരവിപ്പിച്ചു. ഇന്ധനവില വർധന, രൂപയുടെ മൂല്യത്തിലെ ചാഞ്ചാട്ടം എന്നിവ പരിഗണിച്ചാണ് തീരുമാനം. സാഹചര്യങ്ങൾ മാറിയാൽ ഓഹരി വിൽപ്പന വീണ്ടും പരിഗണിക്കും. മണി ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.